Good morning. ഓക്കെ, ഇന്നലെ നമ്മൾ അറയാണ് നോക്കി വെച്ചത് അല്ലേ? ടു ഡയമെൻഷണൽ അറേ നോക്കിയായിരുന്നു. അതില് മെട്രിക്സ് അഡീഷൻ നോക്കിയായിരുന്നു അല്ലേ? അത് ക്ലിയർ ആണോ? ചെയ്ത് പഠിച്ചോ? നെക്സ്റ്റ് വൺ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ലോജിക്ക് എന്താ? ഫസ്റ്റ് മെട്രിക്സിന്റെ ഞാൻ അതേ എക്സാമ്പിൾ തന്നെ ഒന്ന് എടുക്കുന്നേ. ഫസ്റ്റ് മെട്രിക്സില് R1 C1 റോയും കോളവും, സെക്കൻഡ് മെട്രിക്സില് R2 C2 റോയും കോളവും വരും അല്ലേ? എങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം പറയോ? ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും സെക്കൻഡ് മെട്രിക്സിന്റെ കോളവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും സെക്കൻഡ് മെട്രിക്സിന്റെ കോളവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിന്റെ റോ ഏതാ? 2ഉം 3ഉം. സെക്കൻഡ് മെട്രിക്സിന്റെ കോളം എന്ന് പറഞ്ഞാൽ 4 and 7. അപ്പൊ എങ്ങനെ ചെയ്യും? 2 into 4 plus 3 into 7. അതാണ് 0 0 പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വാല്യൂ എങ്ങനെ വരും? ഇതിന്റെ റോയും ഇതിന്റെ സെക്കൻഡ് കോളവും. ഇപ്പൊ 2 into 1 plus 3 into 8 വരും. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളത്തിന് ചെയ്തു, ഇവിടെ എഴുതി 0 0. ഫസ്റ്റ് റോയും കൊണ്ട് സെക്കൻഡ് കോളത്തിന് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുമ്പോ എങ്ങനെ വരും? സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ മീൻസ് 5 into 4 plus 6 into 7. അടുത്ത വരുമ്പോ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 5 into 1 അല്ലേ? 5 into 1 plus 6 8. ക്ലിയർ ആണോ ചെയ്തത്? ഇതിന്റെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതാണ് ഇവിടെ. ഇനി അടുത്ത് വരുന്നത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ പൊസിഷൻസ് എങ്ങനെ വരും എന്ന് പറയോ? ഇവിടെ എഴുതിയേക്കാം. 2ന്റെ പൊസിഷൻ 0 0 0 0 into 0 0 into 4ന്റെ പൊസിഷൻ എന്താ? 0 0. അതെന്താ പറയാ എത്ര താമസം? ഓക്കെ, ദെൻ പ്ലസ് നെക്സ്റ്റ് എന്ത് വരും? 0 1 into 0 1 into 1 0. ഇതല്ലേ വരുന്നേ? ദാറ്റ് ഈസ് 2 into 4 plus 3 into 7 എന്ന് പറഞ്ഞാൽ ഇതാണ് പൊസിഷൻ വരുന്നത്. അതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ 0th റോ 0th കോളം. ഈ 0 ഇത് റോ എന്നും ഇത് കോളം എന്നല്ല എടുക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫസ്റ്റിന്റെ R1 C1 സെക്കൻഡിന്റെ R2 C2 എടുത്ത റിസൾട്ടന്റ് മെട്രിക്സിന്റെ സൈസ് എന്തായിരിക്കും? ഫസ്റ്റ് R1 C1 സെക്കൻഡ് R2 C2 എന്ന് എടുത്ത റിസൾട്ടന്റ് മെട്രിക്സിന്റെ സൈസ് എന്തായിരിക്കും? സെയിം സൈസ് അല്ലേ? R1 C1 or R2 C2? അല്ല, സെയിം സൈസ് അല്ല. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ സെയിം സൈസ് അല്ല. R1 C2 ആയിരിക്കും റിസൾട്ടന്റ്. അത് മാക്സിലെ റൂളാണ്. മാക്സിലെ റൂളാണ്. ഫസ്റ്റ് ഇപ്പൊ എക്സാമ്പിൾ എടുക്കുമ്പോൾ R1 C1 ഫസ്റ്റും സെക്കൻഡ് R2 C2 ആണെങ്കിൽ റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് R1 C2 ആയിരിക്കും.
അത് മാത്സിലെ റൂളാണ് കേട്ടോ, നമ്മൾ എഴുതുന്നതല്ല, അത് ഓൾറെഡി അങ്ങനെ ഉണ്ട്. ഇനി രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് അറിയാൻ എങ്ങനെ ചെക്ക് ചെയ്യും? എന്ത് കണ്ടീഷൻ ആയിരിക്കും വരിക? R1 ഈക്വൽ ടു C2. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ എങ്ങനെ വരും? C1 ഈക്വൽ ടു R2 ആണോ എന്നാണ് നോക്കണ്ടേ. അത് അങ്ങനെ തന്നെ അതും മാത്സിൽ പഠിച്ചു വെച്ചേക്കുന്ന കാര്യമാണ്. R1 C1 R2 C2 എടുത്താൽ റിസൾട്ടന്റ് മെട്രിക്സിന്റെ സൈസ് R1 C2. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് ഇവരെ തമ്മിലാണ്. അത് മാത്സിലെ റൂളാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റിന്റെ കോളവും സെക്കൻഡിന്റെ റോയും ഈക്വൽ ആയാൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റിന് എത്ര കോളം ഉണ്ട്? 2 കോളം. സെക്കൻഡിന് എത്ര റോ ഉണ്ട്? 2 റോ. ഇൻ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരു റോയും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? ഫസ്റ്റിന് എത്ര കോളം ഉണ്ട്? 2 കോളം. സെക്കൻഡിന് എത്ര റോ ഉണ്ട്? 3 റോ. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? 2 into 4 plus 3 into 7. ഈ 1 ആളുണ്ടോ? ഇല്ല. കണ്ടീഷൻ മനസ്സിലായോ? അതായത് ഫസ്റ്റിന്റെ കോളവും സെക്കൻഡിന്റെ റോയും ഈക്വൽ ആയാൽ മാത്രമേ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റിസൾട്ടന്റ് മെട്രിക്സിന്റെ സൈസ് R1 C2 ആയിരിക്കും. അത് മാത്സിൽ അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ലോജിക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് R1 C1 R2 C2 എടുത്തു. 3 മെട്രിക്സിനെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. A B. സിന്റെ സൈസ് എന്തായിരിക്കും? R1 C2. R1 C2 ആയിരിക്കണം. സിന്റെ സൈസ് R1 C2 ആയിരിക്കും. അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റിന്റെ കോളവും ദാറ്റ് ഈസ് C1 ഈക്വൽ ടു R2 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്. എൽസ് കേസിൽ എന്ത് പറയാം? ഓക്കെ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ഫസ്റ്റ് മെട്രിക്സിന്റെ എലമെന്റ്സ് റീഡ് ചെയ്യാം. R1 C1, സെക്കൻഡ് R2 C2. അവിടെ വരെ ഒന്ന് ചെയ്യോ? മൾട്ടിപ്ലിക്കേഷൻ മാത്രം പിന്നെ പറയാം. പുതിയ പ്രോഗ്രാം എടുത്ത് ആദ്യോട്ട് ചെയ്തു വന്നിട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ചെയ്തോ അത്രയും? ഫസ്റ്റ് റോയും കോളം റീഡ് ചെയ്തു, മെട്രിക്സ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫസ്റ്റിന്റെ സെക്കൻഡിന്റെ എലമെന്റ്സ് റീഡ് ചെയ്തു. അത്രയും കംപ്ലീറ്റ് ആണോ? ഓൺലൈൻകാരുടെയോ? Yes, ma'am. Yes, ma'am. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാന് നമ്മുടെ നോർമൽ റോയും കോളവും എടുക്കാൻ വേണ്ടിയിട്ട് 2 ലൂപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും? ഫസ്റ്റ് ലൂപ്പ് റോയ്ക്ക് വേണ്ടിയിട്ടും സെക്കൻഡ് ലൂപ്പ് കോളത്തിന് വേണ്ടിയിട്ടുമാണ്. ഇവിടെ ഫസ്റ്റ് ലൂപ്പിന്റെ സൈസ് എന്ത് വരും? R1. സെക്കൻഡ് വരുമ്പോഴോ C2 വരും അല്ലെ? റിസൾട്ട് അത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു ഫോർ ലൂപ്പും കൂടെ വേണം. എന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിയാൽ 2 × 4. 2 × 4 ഫസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വച്ചിട്ട് പിന്നെ അടുത്ത 3 × 7 എടുത്തിട്ട് വരണം. എന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ അത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ലൂപ്പ് എടുക്കുകയാണ്. ഐയും ജെയും എന്തിനാ? റോയും കോളവും ആണ് അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ലൂപ്പും കൂടെ എടുക്കുന്നുണ്ട്. സോ അതിന് ഞാൻ കെ കൊടുക്കുവാണ്. k = 0. k ലെസ് ദാൻ എന്ത് കൊടുക്കും പറയൂ? R1 C2 അല്ലാത്ത വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഏതൊക്കെയാ? C1 or R2 അല്ലേ? അതായത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തത് C1 or R2. അതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. C1 ഓ R2 ഏത് വേണമെങ്കിലും K ലൂപ്പിന്റെ കണ്ടീഷൻ ആക്കി കൊടുക്കാം. പറഞ്ഞത് മനസ്സിലായോ? ഫസ്റ്റ് ലൂപ്പും സെക്കൻഡ് ലൂപ്പിലും നമ്മൾ എന്ത് കൊടുത്തു? റിസൾട്ടന്റ് മെട്രിക്സിന്റെ സൈസ് R1 C2 കൊടുത്തിട്ടുണ്ട്. R1 C2 അല്ലാതെ 2 ലിമിറ്റ് ഇല്ലേ? ഏതൊക്കെയാ? C1 ആൻഡ് R2. അത് ഏത് വേണമെങ്കിലും കേക്ക് കൊടുക്കാന്ന്. അത് 2 സെയിം അല്ലേ? അത് 2 സെയിം ആണെങ്കിലല്ലേ ഇങ്ങോട്ട് വരുവുള്ളൂ. ഓക്കെ, അതിലേത് വേണമെങ്കിലും നമുക്ക് ഏത് യൂസ് ചെയ്യാം? കെയുടെ ലിമിറ്റ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് A00 × B00 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞേ. റിസൾട്ടന്റ് മെട്രിക്സിന്റെ പേര് C എന്നല്ലേ? ഇപ്പൊ C of ij ലോട്ടല്ലേ സേവ് ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെ കൊടുക്കാം? C of ij = ഒന്നും പറയാനില്ലേ? A of ij into B of ij. അപ്പൊ എങ്ങനെ വരും? C of 00 = ആദ്യം i യും 0 j യും 0 k യും 0. ഡൗട്ട് ഇല്ലല്ലോ? നേരെ വന്നിട്ട് C of 00 = A of 00 into B of 00. A of 00 into B of 00. That is 2 × 4. എത്ര വരും? 8. ഇനി ഇവിടുന്ന് നേരെ എങ്ങോട്ട് പോവും? ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നേരെ എങ്ങോട്ട് പോവും? k ഇൻക്രിമെന്റ് ആവും. kയുടെ വാല്യൂ 1 ആവും. ഓക്കെ, kയുടെ വാല്യൂ 1 ആയി. k ലെസ് ദാൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. ഇവിടെ വരും. നെക്സ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? A of 0 1 into B of 1 0. A of 0 1 into 1 0 ആണ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് വന്ന വേരിയബിൾ ഏതാ? k ആണ്. പക്ഷെ ഇവിടെ k യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഫസ്റ്റ് ഐട്രേഷൻ ഓക്കെയാണ്, ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓക്കെയാണ് ഈ കാര്യത്തില്. ഇവിടെ വന്നപ്പോ 0 1 into 1 0 നമുക്ക് എടുക്കണം. 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം കെയിലാണ് 1 ആയേക്കുന്നത്. ഐയും ജെയും ഇപ്പൊ എന്ത് തന്നെയാ? 0 തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യുവാണ്. 0 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കാം? IK into 1 0 എന്ന് പറഞ്ഞാൽ KJ എന്നാക്കാലോ. നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 0. C of 00 = A of 00 into B of 00. അപ്പൊ ഇത് കിട്ടിക്കോളൂല്ലേ? എന്ന് പറഞ്ഞാൽ 2 × 4 8 കിട്ടി. ഫസ്റ്റ് ഇൻക്രിമെന്റ് ആയി, k മാത്രം എന്തായി? 1 ആയി. അപ്പൊ വരുവാണ് C of 00 = എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ? 0 of 00 എന്തുണ്ട്? 8 ഉണ്ട്. സോ 8 = A of 01. A of 01 ആരാ?
3 into b of 1 0. b of 1 0 ഏതാ 7. ഇങ്ങനെയല്ലേ വരുന്നേ? ഇങ്ങനെയാണോ വരണ്ടേ? എങ്ങനെയാ വരണ്ടേ? 8 പ്ലസ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ആക്കണം. എന്നിട്ട് അത് എങ്ങോട്ട് തന്നെ അസൈൻ ചെയ്യണം? അതിനകത്തോട്ട് തന്നെ അസൈൻ ചെയ്യണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വീണ്ടും എഡിറ്റ് ചെയ്തു. എന്തായി? എപ്പോഴും അഡീഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എസ് ഈക്വൽ ടു എസ് പ്ലസ് ഉണ്ടോ? അത് തന്നെയല്ലേ ഇവിടെയും ചെയ്തേക്കുന്നേ. സി ഓഫ് ഐ ജെ ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ്. ഓൾറെഡി സി ഓഫ് ഐ ജെയിൽ ഒന്നുമില്ല, 0 ആണ് അല്ലേ? അപ്പൊ വീണ്ടും ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഐ 0, ജെ 0, കെ 0, സി ഓഫ് 0 0 ഈക്വൽ ടു. അപ്പൊ എങ്ങനെ എഴുതാം? 0 ഈക്വൽ ടു 0 പ്ലസ് എ ഓഫ് 0 0 ദാറ്റ് ഇസ് ആരാ 2 ഇൻറ്റു ബി ഓഫ് 0 0 ആരാ 4 അല്ലേ? അത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ? അതിന്റെ പൊസിഷനിലേ എഴുതി വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ എന്തായി ഇതിന്റെ ഔട്ട്പുട്ട്? 8 എന്ന് കിട്ടൂലേ? 8 എന്ന് അവിടെ സേവ് ചെയ്തു. ദെൻ ഐ പ്ലസ് കെ പ്ലസ് പ്ലസ് ആയി, കെന്റെ വാല്യൂ 1 ആയി. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? 8 ഈക്വൽ ടു 8 പ്ലസ് എ ഓഫ് 0 1. എ ഓഫ് 0 1 ആരാ 3 ഇൻറ്റു ബി ഓഫ് 1 0. ബി ഓഫ് 1 0 ആരാ 7. അപ്പൊ എങ്ങനെ വരും? ടോട്ടൽ എത്ര വരും? 29. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 29 കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇനി വീണ്ടും കെ പ്ലസ് പ്ലസ് ആവും. കെയുടെ വാല്യൂ 2 ആകും. 2 ലെസ് ദാൻ 2 കണ്ടീഷൻ ഫോൾസ് ആവും. ഇവിടുന്ന് എക്സിറ്റ് ആവും. നേരെ എങ്ങോട്ട് പോവും? ജെ പ്ലസ് പ്ലസ് ആകും. ജെയുടെ വാല്യൂ 1 ആകും. ഇനി ഐട്രേഷൻ വരുമ്പോ എങ്ങനെ വരും? ഐ 0 തന്നെയാണ്. ജെ എന്തായി? 1 ആയി. കെന്റെ വാല്യൂ എവിടെ തുടങ്ങും? 0 തന്നെ തുടങ്ങും. പിന്നെ അടുത്ത പൊസിഷൻ പറഞ്ഞേ. സി ഓഫ് 0 1 ആണോ? സി ഓഫ് 0 1 എത്രയാ? 0 തന്നെ. അവിടെ ഒന്നുമില്ലല്ലോ. ഈക്വൽ ടു സി ഓഫ് 0 1 പ്ലസ് എ ഓഫ് 0 0. എ ഓഫ് 0 0 ആരാ? എ ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ 2. 2 ഇൻറ്റു ബി ഓഫ് 1 സോറി ബി ഓഫ് 0 1. ജെ മാത്രം ഇവിടെ എന്തുള്ളൂ? 1 ഉള്ളൂ. അപ്പൊ എന്ത് വരും? 0 1 വരും. 0 1 ആരാ? ബി ഓഫ് 0 1. അപ്പൊ ആർക്കും ഒന്നും അറിയില്ല. എന്തായാലും ഉണ്ടായിരിക്കണ എന്താ? ഇന്നലെ പൊസിഷനും എഴുതി തന്ന മെട്രിക്സും പറഞ്ഞു തന്നു വിട്ടല്ലേ? ബി ഓഫ് 0 1 ഏതാ? ബി ഓഫ് 0 1 ഏതാ? 0th റോയിൽ 1th കോളം 1 അല്ലേ? പിന്നെ എന്താ പറയാതിരിക്കണേ? ഞാൻ പേര് വിളിക്കണം ഓരോരുത്തരുടെ. അപ്പൊ ഇവിടെ 2 ഇൻറ്റു 1 വരും. എത്ര കിട്ടും? 2 കിട്ടി. നെക്സ്റ്റ് ഐട്രേഷൻ എവിടെ വരും? കെയുടെ വാല്യൂ 1 ആകും. ഇപ്പൊ ഐ 0 ആണ്, ജെ 1 ആണ്, കെ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഐട്രേഷൻ എങ്ങനെ വരും? സി ഓഫ് ഐ ജെയിൽ എന്തുണ്ട്? 2 ഉണ്ട്. സോ എങ്ങനെ എഴുതാം? 2 ഈക്വൽ ടു 2 പ്ലസ് എ ഓഫ് 0 1. എ ഓഫ് 0 1 ആരാ? 3 ഇൻറ്റു ബി ഓഫ് 1 1. ബി ഓഫ് 1 1 ആരാ? 8. അത് തന്നെയല്ലേ ഇവിടെ ചെയ്തു വെച്ചേക്കണേ? ഇവിടെ പ്ലസ് ആണെന്നുള്ളൂ. 2 ഇൻറ്റു 1 ആദ്യം ചെയ്ത് 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പ്ലസ് 3 ഇൻറ്റു 8. പ്രോസസ് ചെയ്തു, അത് എഴുതി വെച്ചു. ഈ പൊസിഷൻ അപ്പൊ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതും ചെയ്തു. ഇപ്പം ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ വരും. എന്താവും? കെ 2 ആവും. 2 ലെസ് ദാൻ 2 കണ്ടീഷൻ ഫോൾസ് ആയി. ഇവിടുന്ന് എക്സിറ്റ് ആയി. ഇവിടെ സോറി ഇവിടെ വന്നു. ഇവിടെ വന്ന് ജെയുടെ വാല്യൂ 2 ആകും അല്ലേ? 1 ആയിരുന്നു, 2 ആകും. അപ്പൊ ഇവിടുന്ന് എക്സിറ്റ് ആവും. നേരെ എങ്ങോട്ട് പോവും? ഐ 1 ആവും. ഐയുടെ വാല്യൂ 1 ആകും. ഇനി ഐയുടെ വാല്യൂ 1 വെച്ചോണ്ട് ഇത് 0 ഇത് 0 അല്ലേ? എങ്ങനെ വരും? സി ഓഫ് 1 0. സി ഓഫ് 1 0 ഏതാ? 1th റോയിൽ 0th കോളം സി ആണ്. സിയിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 0 ഈക്വൽ ടു 0 പ്ലസ് എന്ത് വരും? എ ഓഫ് 1 0. എ ഓഫ് 1 0
5 into b of 0 0 അല്ലേ? ഇതും സീറോയാ, ഇതും സീറോയല്ലേ? b of 0 0 ആരാ? 4. അപ്പൊ 5 into 4 that is ഇത്. അത് അവിടെ സേവ് ചെയ്ത് വെച്ചു. അപ്പൊ ഇത്രയും കിട്ടി. ഇനി അടുത്ത ചെയ്യുന്ന എങ്ങനെയാ? k മാത്രം എന്താവും? 1 ആവും. അപ്പൊ i 1 ആണ്, j 0 ആണ്, k 1 ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 20 ഉണ്ട്. 20 equal to 20 plus a of 1 1. a of 1 1 6 into b of 1 0. b of 1 0 b of ഫസ്റ്റ് റോയില് 0th കോളം 7. കറക്റ്റ് അല്ലേ പോണത്? ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യും, ഇതും കൂടെ ചെയ്യും. അപ്പൊ ഇതെല്ലാം എക്സിറ്റ് ആയി പുറത്തു വരും. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്നൊരു തോന്നലുണ്ടോ? ഒരു ഇന്റർവ്യൂവിന് പോവാണ്, നിങ്ങളോട് ഒരു പേപ്പറും പേനയും തന്നിട്ട് വേഗം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു. 2 മെട്രിക്സ് എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് പൊസിഷൻ എഴുതി അത്ര ചെയ്യാൻ സമയം കിട്ടുമോ? ഇല്ല. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? പക്ഷെ നിങ്ങൾ ആ കാര്യങ്ങളും കണ്ടീഷൻസും കാര്യങ്ങളും ഓർത്ത് വെക്കണം. അത് പഠിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ഓർത്ത് വെക്കുക, ഇതാണ് സൈസ് എങ്കിൽ റിസൾട്ടന്റ് സൈസ് ഇതായിരിക്കണം, കണ്ടീഷൻ ഇതായിരിക്കണം. അതങ്ങനെ മാത്സിലെ റൂളാണ്. R1 C1 R2 C2 ആണെങ്കിൽ കണ്ടീഷൻ ഈ നടുക്കത്തെ രണ്ടും ആയിരിക്കും, ബാക്കിയുള്ള രണ്ടും ആയിരിക്കും റിസൾട്ടന്റ് സൈസ് R1 C2. അത് ഓർത്ത് വെക്കുക. പിന്നെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഓർത്ത് വെക്കണം. നമുക്ക് സം ചെയ്ത് വെക്കേണ്ട ഒരു മെട്രിക്സിന് അതിന്റെ പൊസിഷൻ സം എപ്പോഴും എങ്ങനെയായിരിക്കും? S equal to S plus എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ തന്നെയാണ് റിസൾട്ടന്റ് മെട്രിക്സ് ഈക്വൽ ടു റിസൾട്ടന്റ് മെട്രിക്സ് പ്ലസ് എയും ബിയും ആണ് അടുത്ത രണ്ട് മെട്രിക്സ് എങ്കിൽ A of IK into B of KJ. അത് ഓർത്ത് വെക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇതെല്ലാം ചെയ്ത് ഈ ഒരു ലോജിക്ക് ഉണ്ടാക്കി എഴുതാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കൂല. നടക്കുമെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും തരുന്നത്, മനസ്സിലായോ? 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്ത് ഓർത്ത് വന്ന് നമ്മുടെ ലോജിക്ക് വെച്ച് പ്രോഗ്രാം എഴുതാൻ പറ്റുന്നവർ എഴുതിക്കോ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എല്ലാവർക്കും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ. അങ്ങനെ ഉള്ളവര് ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് വെക്കുക, എന്താന്ന് വെച്ച് ചെയ്യാം. എങ്ങനെയാണേലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഇനി മാറാനൊന്നും പോകുന്നില്ല, അതിന്റെ ലോജിക്ക് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റണേ പഠിച്ചു വെക്കുക. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ചോദിച്ചാൽ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവാണ്. കാരണം ഒരു അറയില് 2 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ലോജിക്ക് ഒന്നും അല്ല എന്നല്ലേ പറയുള്ളൂ. കാരണം ഇത് ലോജിക്കൽ ടെസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. സോ നിങ്ങൾ അത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ലോജിക്ക് ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ചെയ്യാമോ? ആ, അതിവിടെ ചെയ്തില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് 0യാ. ഇനിഷ്യലൈസ് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ അത് ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. ബൈ ഡിഫോൾട്ട് 0യാ. പ്രത്യേകിച്ച് നമ്മൾ അത് അങ്ങനെ എടുത്ത് വെക്കണം എന്നില്ല. നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ 0 ആയിരിക്കും. അപ്പൊ പിന്നെ ഇവിടെ വന്ന് വീണ്ടും ഇപ്പൊ C of ij equal to 0 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല.
അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പ് എടുക്കുന്നത് തന്നെ ഈ ഒരു അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷൻ തന്നെയാണ്. അതായത് ഫസ്റ്റിന്റെ കോളവും സെക്കൻഡിന്റെ റോയും ഈക്വൽ ആണെങ്കിൽ മൾട്ടിപ്ലൈ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളല്ലോ. അപ്പൊ അത് ആ ഒരു ലിമിറ്റ് തന്നെ ഇവിടെ കൊടുക്കണം. രണ്ടും ഈക്വൽ ആണല്ലോ. C1 R2 ഏത് വേണമെങ്കിലും കൊടുക്കാം.
ചെയ്ത് എഴുതി കഴിയുമ്പോ പറയണം കേട്ടോ.
കഴിഞ്ഞില്ലേ അത്? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിയാത്തവരുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുവോ? ഇനി എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് വീട്ടിൽ പോയി എഴുതുവോ? വലിയ പ്രോഗ്രാം അല്ലേ, ജസ്റ്റ് ഒന്ന് സ്പേസ് ഇട്ടിട്ട് വീട്ടിൽ പോയി എഴുതട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ്. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ്. നമ്മൾ നമ്പറിന്റെ റിവേഴ്സ് ചെയ്തായിരുന്നല്ലേ? നമ്പറിന്റെ റിവേഴ്സ് ചെയ്തായിരുന്നു. അതേ ലോജിക്കാണോ സ്ട്രിങ്ങിന്റെ കേസിൽ വരാ? അല്ല, എന്താ വ്യത്യാസം വരാ? നമ്പർ ആണെങ്കിൽ അവിടെ നിന്ന് ഓരോ ഡിജിറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനെ തിരിച്ച് നമ്പർ ആക്കണം. സ്ട്രിങ് ആണെങ്കിലോ ഒരു വേരിയബിളിനകത്തോട്ട് നമ്മളൊരു സ്ട്രിംഗ് വാല്യൂ റീഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഒരു സ്ട്രിംഗ് വാല്യൂ റീഡ് ചെയ്ത് വെച്ചു. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? IAH എന്നായിരിക്കും. അപ്പൊ ആദ്യം ഫസ്റ്റ് I എടുക്കണം, ദെൻ A എടുക്കണം, പിന്നെ H എടുക്കണം അല്ലെ? എന്നിട്ട് അതിന് തിരിച്ച് എന്താക്കണം? ഒരു സ്ട്രിംഗ് ആക്കണം. ഇവിടെ സ്ട്രിങ്ങിന്റെ അറേയുടെ ഇൻഡെക്സ് പോലെ തന്നെ സ്ട്രിങ്ങിനും ഇൻഡെക്സിംഗ് ഉണ്ട്. H എന്ന് പറയുന്നത് 0 പൊസിഷനിൽ ആരുണ്ടാവും? H ഉണ്ടാവും. 1th പൊസിഷനിൽ A ഉണ്ടാവും. ദെൻ സെക്കൻഡ് പൊസിഷനിൽ I ഇരിക്കണം. ഇനി S എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ 0 പൊസിഷനിൽ ഇരിക്കുന്ന H എടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? S of 0 എന്ന് എഴുതണം അല്ലെ? S of 1 A, S of 2 I. അപ്പൊ അത് തിരിച്ചെടുത്താ പോരെ? ദാറ്റ് ഈസ് ആദ്യം ആരെ എടുക്കണം? S of 2 എടുക്കണം, then S of 1 എടുക്കണം, S of 0 എടുക്കണം. അപ്പൊ ഈ 2 1 0 എന്നുള്ളത് എവിടെ എടുക്കാം നമുക്ക്? അറേ ചെയ്തപ്പോ പൊസിഷൻ എവിടെ എടുത്തേ? ഫോർ ലൂപ്പില് അല്ലെ? ഫോർ ലൂപ്പിൽ എടുത്തത് അറേയുടെ ഇൻഡെക്സ് അല്ലേ? അതുപോലെ തന്നെ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് എവിടെ എടുക്കാം? ഒരു ഫോർ ലൂപ്പിൽ എടുത്തൂടെ? അപ്പൊ ഫോർ ലൂപ്പ് എങ്ങനെ എഴുതാം? 4 × I equal to 0. I equal to ആദ്യം ആര് വരണം? 0 ആണോ വരണ്ടേ? ആദ്യം 2 കിട്ടണം അല്ലെ? സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എനിക്ക് 2 കിട്ടണം. എൻഡിങ് ഇൻഡെക്സ് ആണ് എന്ത്? 0 വരണ്ടേ? നല്ല റിവേഴ്സ് കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ എഴുതും? 4 × I equal to 2 എന്ന് എനിക്ക് കിട്ടണം. എങ്ങനെ കിട്ടും? ഈ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ 0 1 2 എന്ന് പറയും. ഇതിന്റെ ലെങ്ത് നോക്കുവാണെങ്കിൽ 1 2 3. അറേയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കണേ? The elements present in the array എന്നല്ലേ ലെങ്ത് വരുന്നേ? ലെങ്തിന്റെ കൗണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 1. അപ്പോ 1 2 3. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാ? 1 2 3. 3 അല്ലേ വരുന്നേ? അപ്പൊ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ഇൻഡെക്സ് എന്താണ്? 2. അപ്പൊ അതെങ്ങനെ കിട്ടും? ലെങ്ത് -1 ചെയ്താൽ പോരെ? ഏത് സ്ട്രിങ് എടുത്താലും അങ്ങനെ തന്നെയല്ലേ? ടോട്ടൽ ലെങ്ത് 5 ആണെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് 4 ആയിരിക്കും. ടോട്ടൽ ലെങ്ത് 10 ആണെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് 9 ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെങ്ത് -1 എടുത്താൽ പോരെ? അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാം? I equal to സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണണം. സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടി ഞാനിപ്പോ ഇൻപുട്ട് എടുത്തിരിക്കുന്ന സ്ട്രിങ് S equal to S ആന്ന് വെച്ചോ.
അപ്പൊ എങ്ങനെ കൊടുക്കാം? എസ് ഡോട്ട് ലെങ്ത് കാണാനുള്ള കീവേഡ് ഉണ്ട് ലെങ്ത് -1 പോരെ. എസ് ഡോട്ട് ലെങ്ത് -1 കൊടുത്താൽ പോരെ 2 കിട്ടാൻ. എസ് ഡോട്ട് ലെങ്ത് എത്രയാ? 3 -1 2. ഇനി എവിടെ വരെ പോണം കണ്ടീഷൻ? I greater than or equal to 0 അല്ലേ? 0 പൊസിഷനിൽ 0 വരുന്നേ, കുറഞ്ഞു വരുന്നേ. then I മൈനസ്. സോറി, ഈ ലൂപ്പ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐയുടെ വാല്യൂ ഇൻപുട്ട് ഇത് തന്നെ ഹായ് എന്ന് വിചാരിക്കാം. ഐയുടെ വാല്യൂ 2 then 1 then 0 അങ്ങനെയല്ലേ വരുന്നേ. ഇനി നമുക്ക് ഇതിന്റെ റിവേഴ്സ് എടുത്ത് വെക്കാൻ വേണ്ടി ഒരു വേരിയബിൾ എടുക്കണം. അത് empty ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാ? നമ്പറിന്റെ കേസിലാണെങ്കിൽ റിവേഴ്സ് എടുത്തപ്പോ അതെങ്ങനെ ഇനിഷ്യലൈസ് ചെയ്തേ? ആ വേരിയബിള് 0 ആയിട്ട്. ഓക്കെ, ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് അത് empty ആയിട്ട് ചെയ്തിട്ടുണ്ട്. then ആ വേരിയബിൾ ഈക്വൽ ടു എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ആരെ കിട്ടും എനിക്ക്? ഫസ്റ്റ് ആരെ എടുക്കണം? ഐനെ എടുക്കണം. ഐ എന്ന് പറഞ്ഞാൽ എസ് ഓഫ് ഐ കൊടുത്താ പോരെ. അതിൽ 0 സോറി അതിൽ 2 ഉണ്ടല്ലോ ഇവിടെ. ഐയുടെ വാല്യൂ ഫസ്റ്റ് 2 ആണ്. അപ്പൊ എസ് ഓഫ് 2 എടുത്ത ആരെ കിട്ടും? ഈ ഐ കിട്ടും. അപ്പൊ എങ്ങനെ കൊടുക്കാം? റിവേഴ്സ് ഈക്വൽ ടു എസ് ഓഫ് ഐ. അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വന്നു? ഓക്കെ, ഐ മീൻസ് ഇതിന്റെ ഐ കേട്ടോ. ഇനി then ഈ ഐ മൈനസ് ആയി. ഐയുടെ വാല്യൂ 1 ആയി. 1 greater than or equal to 0 കണ്ടീഷൻ ട്രൂ. അപ്പൊ ആരെ എടുത്തോണ്ട് വരും? എസ് ഓഫ് 1. എസ് ഓഫ് 1 ആരാ? എ. അപ്പൊ ഓൾറെഡി ഈ ഐയുടെ കൂടെ ആ എനെ എന്ത് ചെയ്യണം? കോൺകാറ്റനേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഐ എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ എവിടെ ഇരിക്കണം? ഇപ്പോ റിവേഴ്സിൽ ഇരിപ്പുണ്ട്. അപ്പൊ എങ്ങനെ കൊടുക്കാം? ആർ പ്ലസ് എസ് ഓഫ് ഐ. ആദ്യത്തെ ഐ പ്ലസ് ഇപ്പൊ വന്ന എ. അപ്പൊ എന്തായി? ഐ എ എന്നായി. വീണ്ടും ഐ മൈനസ് ആയി. അതിന്റെ വാല്യൂ 0 ആയി. 0 greater than or equal to 0 കണ്ടീഷൻ ട്രൂ. ഓൾറെഡി അറിവിൽ ഐ എ ഉണ്ട്. ഇപ്പൊ എടുത്തോണ്ട് വരുന്നത് എന്താ? എസ് ഓഫ് 0. എസ് ഓഫ് 0 ആരാ? എച്ച്. അപ്പൊ അത് കോൺകാറ്റനേറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് ഈ വേരിയബിൾ ഇപ്പൊ എന്ത് കിട്ടും? റിവേഴ്സ് കിട്ടും. ഇനി വേണമെങ്കിൽ അത് അങ്ങനെ നമുക്ക് ഒരു വേരിയബിളിനകത്തോട്ട് എടുത്തില്ലെങ്കിലും റിവേഴ്സ് കിട്ടും കേട്ടോ. റിവേഴ്സ് എടുക്കാൻ വേണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? കൺസോൾ ഡോട്ട് റൈറ്റ് എസ് ഓഫ് ഐ കൊടുത്താലും റൈറ്റ് ചെയ്ത് വെക്കും. ഫസ്റ്റ് ഐനെ കൊണ്ട് റൈറ്റ് ചെയ്യും, പിന്നെ എനെ കൊണ്ട് റൈറ്റ് ചെയ്യും, പിന്നെ എച്ചിനെ കൊണ്ട് റൈറ്റ് ചെയ്യും. സെയിം ലൈനിൽ റൈറ്റ് ചെയ്ത് വെക്കും. ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ അതൊരു വേരിയബിളിൽ ഔട്ട്പുട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ സ്ട്രിംഗ് പാലിൻഡ്രോം ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു വേരിയബിളിനകത്തോട്ട് വേണം. സോ അറിഞ്ഞു വെക്കുക ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഞാൻ അത് പറയുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു കാര്യം തന്നെ അത് വേരിയബിളിലോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അതിനെ പ്രിന്റ് ചെയ്യാം നമുക്ക്. ആ ഇടയിൽ പറഞ്ഞ കാര്യം മനസ്സിലാവാത്തവരുണ്ടോ? എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടരുത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒന്നും മനസ്സിലായില്ല എന്ന് പറയണേ. എക്സാമോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയണേ. ഓക്കെ, ഇപ്പൊ നമ്മൾ റിവേഴ്സ് ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വേർഡ് കൊടുത്താൽ അതിന്റെ റിവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു സെന്റൻസ് കൊടുത്താലോ അതിന്റെ റിവേഴ്സ് വരും. അങ്ങനെ ഇടയിൽ സ്പേസ് എടുത്ത് റിവേഴ്സ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ചെയ്ത് ബുക്കിൽ എഴുതിക്കേ.
എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഓൺലൈൻ കാർഡ് കംപ്ലീറ്റ് ആയോ? Yes. Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് സ്ട്രിംഗ് പാലിൻഡ്രോം. പാലിൻഡ്രോം ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ ചെയ്യാനുള്ളൂ? ഒരു ഇഫ് വെച്ചിട്ട് ഇൻപുട്ട് സ്ട്രിങ്ങും ഔട്ട്പുട്ട് സ്ട്രിങ്ങും ഈക്വൽ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ പാലിൻഡ്രോം, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം ചെയ്തു.
ബുക്കിൽ എഴുതണം കേട്ടോ.
എഴുതി കഴിഞ്ഞോ? ഓൺലൈൻ കാർഡ് കംപ്ലീറ്റ് ആയോ? ഓക്കെ. Next question. Write a program to find count of words in a string. Count of words in a string. എങ്ങനെ ചെയ്യാം? ഒരു സ്ട്രിങ്ങിനകത്ത് എത്ര കൗണ്ട് ഓഫ് വേർഡ്സ് ഉണ്ടെന്ന് എങ്ങനെ ചെയ്യാം? സ്പേസസ് കൗണ്ട്. സ്പേസ് ചെക്ക് ചെയ്താൽ മതി അല്ലേ? സ്പേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ വേർഡ് ആവുമല്ലോ, സെപ്പറേറ്റ് ചെയ്യുമല്ലോ. അത് ചെയ്താൽ പോരെ? എങ്ങനെയാ സ്പേസ് ചെക്ക് ചെയ്യാം? ലൂപ്പ് ഇത് തന്നെ പോരെ? ഇപ്പം 0 തൊട്ട് എന്താ ലെങ്ത് വരെ ലെങ്ത് -1 വരെ എടുത്താലും അല്ലെങ്കിൽ ലെങ്ത് -1 തൊട്ട് 0 വരെ എടുത്താലും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ കൗണ്ട് എടുക്കാൻ എന്ത് ചെയ്യണം? ഒരു വേരിയബിളിനെ എടുത്തു വെക്കാം. ഇനി എന്ത് ചെയ്യണം? If സോറി എന്ത് ചെയ്താ മതി? ജസ്റ്റ് ചെക്ക് ചെയ്താ പോരെ? if എന്താ എസ് ഓഫ് ഐ എന്ന് പറയുന്നത്, അതായത് വരുന്ന ആ ക്യാരക്ടർ equal to അത് ഈക്വൽ ടു braces double quotes അല്ലേ? സ്പേസ് ആണോന്ന്. ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോട്ട് ആണ്. 1 by 1 ആയിട്ടല്ലേ എടുക്കുക ഓരോ ക്യാരക്ടർ, ഓരോ പൊസിഷൻ. അപ്പൊ ഒരു പൊസിഷൻ ആയിരിക്കും എന്ത്? സ്പേസ്. ഇവിടെ കൗണ്ട് എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യണം? 1 കാരണം ഇതൊരു സ്ട്രിങ് അല്ലേ, ഇതിനകത്ത് എത്ര കൗണ്ട് വേർഡ്സ് ഉണ്ട്? at least വേർഡ്സ് ഉണ്ട്. ബട്ട് എത്ര സ്പേസ് ഉണ്ട്? 2 സ്പേസ് അല്ലേ? ഇങ്ങനെയല്ലേ വരുവുള്ളൂ. ടോട്ടൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റഡ് ബൈ 2 സ്പേസ് ആയിരിക്കും. അപ്പൊ ബൈ ഡിഫോൾട്ട് നമ്മൾ അതിനെ 1 ആക്കി വെച്ചാലേ ഒന്ന് കൂടി വരുവുള്ളല്ലോ. അപ്പൊ ഞാൻ സി ഈക്വൽ ടു 1 ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? പോരെ? ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. ഓക്കെ അല്ലേ? ചെയ്തെഴുതണം കേട്ടോ. ലൂപ്പ് തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ലൂപ്പിൽ എങ്ങനെ കൊടുക്കാം? ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെങ്ത് -1, ഐ പ്ലസ് പ്ലസ് കൊടുത്താലും ഓക്കെ തന്നെ കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിന്റെ കേസിൽ അത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല.
എഴുതി കഴിഞ്ഞോ അത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ അത്? റിവേഴ്സ് ഓഫ് വേർഡ്സ് ഓഫ് എ സ്ട്രിംഗ്. ആദ്യം നമ്മൾ ചെയ്തത് ഒരു സ്ട്രിങ്ങിന്റെ ഫുൾ റിവേഴ്സ്, ക്യാരക്ടർ വൈസ് റിവേഴ്സ് ആയിരുന്നു. ഇനി ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വേർഡ്സിന്റെ റിവേഴ്സ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇൻപുട്ട് യു ആർ ഹൗ ഹായ് എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും? ഹായ് ഹൗ ആർ യു. ദാറ്റ് ഈസ് ഈ വേർഡ്സ് എടുത്തിട്ട് റിവേഴ്സ് ചെയ്തേക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാല്, ഫസ്റ്റ് നമ്മൾ നോർമലി ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ, സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യും ബൈ ഡിഫോൾട്ട് സ്പേസ് വെച്ചിട്ട്. റിട്ടേൺ തരുന്നത് ഒരു അറേ ആയിരിക്കും. സ്പ്ലിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് അറേ ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ എടുത്തു വെക്കണമെങ്കിൽ അറേ തന്നെ വേണ്ടേ? ഇപ്പൊ ഇവിടെ ഒരു സ്ട്രിങ് അറേ എടുത്തു, AR എന്ന് പറഞ്ഞിട്ട്. അതിനകത്തോട്ട് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചു. അപ്പൊ അറേയിൽ എങ്ങനെ ഇരിക്കും? 0 പൊസിഷനിൽ ഒരു വാല്യൂ അങ്ങനെ അങ്ങനെ സേവ് ആവുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റർ എ സ്ട്രിങ് എന്നുള്ള സ്ട്രിങ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ AR ഓഫ് 0 ആര് വരും? എന്റർ. AR ഓഫ് 1 AR ഓഫ് 2 സ്ട്രിങ്. അപ്പൊ പിന്നെ നേരെ റിവേഴ്സ് ചെയ്താ പോരെ, അറേ റിവേഴ്സ് ചെയ്താ പോരെ. ആദ്യം ആരെ എടുക്കണം? സ്ട്രിങ്ങിനെ എടുക്കണം, പിന്നെ എനെ എടുക്കണം, പിന്നെ എന്ററിനെ എടുക്കണം. അപ്പൊ നമ്മൾ എന്താ ക്യാരക്ടർ വൈസ് റിവേഴ്സ് ചെയ്ത ലോജിക്ക് ഇനി കൊടുക്കണം. ആർക്ക്? അറേക്ക് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ സ്ട്രിങ് ഇൻപുട്ട് ചെയ്ത് വാങ്ങി, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടു, ടോട്ടൽ ലെങ്ത് എന്താണോ ആ ലെങ്ത് എടുത്തു. അവിടെ തൊട്ട് ഓരോ ക്യാരക്ടർ വൈസ് റിവേഴ്സ് എടുത്ത് കോൺകാറ്റിനേറ്റ് ചെയ്ത് റിവേഴ്സ് എടുത്തു. അപ്പൊ നമ്മൾ ലൂപ്പ് എങ്ങനെ എഴുതി? I equal to length minus 1 arrayയുടെ അല്ല സ്ട്രിങ്ങിന്റെ സ്ട്രിങ് ഡോട്ട് ലെങ്ത് -1 I greater than or equal to 0 I minus. അപ്പൊ നമ്മൾ ഇവിടുന്ന് G എടുക്കും, N എടുക്കും, അങ്ങനെ അങ്ങനെ റിവേഴ്സ് കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോണ എന്താന്ന് ചോദിച്ചാൽ, ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെ ഒരു സ്ട്രിങ് അറേ ആക്കി മാറ്റി ബൈ യൂസിങ് സ്പ്ലിറ്റ് മെത്തേഡ്. സ്പ്ലിറ്റ് മെത്തേഡ് ബൈ ഡിഫോൾട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് സ്പേസ് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറേയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 3 എലമെന്റ് ഉണ്ടാവും. 0 പൊസിഷനിൽ എന്റർ ഉണ്ടാവും, 1th പൊസിഷനിൽ A ഉണ്ടാവും, 2nd പൊസിഷനിൽ സ്ട്രിങ് ഉണ്ടാവും. ഇനി നമുക്ക് റിവേഴ്സ് ചെയ്താൽ പോരെ, ആദ്യം ചെയ്ത പോലെ. ആദ്യം അറേ എടുക്കണം, അറേയുടെ ലെങ്ത് കാണുക. അറേയുടെ ലെങ്ത് എത്രയാ? ഈ അറേയുടെ ലെങ്ത് എത്രയായിരിക്കും? ഇതാണ് ഇൻപുട്ട് എങ്കിൽ അറേയുടെ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് 3, ദാറ്റ് ഈസ് 1 2 3. -1 ചെയ്യുമ്പോൾ 2 കിട്ടിക്കോളും. അപ്പൊ അറേയുടെ പൊസിഷൻ 2, AR ഓഫ് 0, AR ഓഫ് 1, AR ഓഫ് 2 ആരാ? സ്ട്രിങ് എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനെ എടുത്ത് നമ്മൾ എങ്ങോട്ട് വെച്ചു? ഒരു വേരിയബിളിലോട്ട് വെച്ചു. പ്ലസ് ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. അപ്പൊ സ്ട്രിങ് കഴിഞ്ഞ ഒരു സ്പേസ് വന്നു. വീണ്ടും I മൈനസ് ആയി, ഐയുടെ വാല്യൂ 1 ആയി. അപ്പൊ ആരെ എടുത്തോണ്ട് വരും? AR ഓഫ് 1 ആരാ? A. അതിനെ എടുത്തോണ്ട് വന്ന് വീണ്ടും സ്പേസ് കഴിഞ്ഞിട്ട് വെച്ചു. വീണ്ടും ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്, വീണ്ടും ആരെ എടുത്തോണ്ട് വന്ന് വെക്കും? AR ഓഫ് 0 എടുത്തോണ്ട് വെക്കും. അതായത് ആദ്യം ചെയ്തത് ഓരോ ക്യാരക്ടർ വൈസ് റിവേഴ്സ് ചെയ്തു. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അറേയിൽ ഇരിക്കുന്ന എലമെന്റിന്റെ റിവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് നോർമൽ ഒരു അറേയുടെ റിവേഴ്സ് ചെയ്യാനും പറ്റൂലേ? ഇവിടെ ആകെ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്ങിന്റെ റിവേഴ്സ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്പ്ലിറ്റ്. ഇത് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? സ്പേസ് വെച്ചിട്ടായിരിക്കും. അത് റിട്ടേൺ തരുന്നത് ഒരു അറേ ആണ് തരുന്നത്. ഇനി എനിക്ക് കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി? കോമ മതി കേട്ടോ. അപ്പൊ നമ്മുടെ കേസിൽ നമുക്ക് എന്ത് മതി? ഒരു സ്ട്രിങ്ങിനെ സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ബൈ ഡിഫോൾട്ട് സ്പേസ് ആണ്, പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നിങ്ങൾക്ക് കോമ വെച്ച് ഒരു സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സിംഗിൾ കോട്ടിനുള്ളിൽ കോമ കൊടുത്താൽ കോമ ഉള്ളിടത്ത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. ഇനി A എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഇപ്പൊ ഈ ഒരു സ്ട്രിങ് ഉണ്ട്, അല്ലെ A എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിലോ സിംഗിൾ കോട്ടിനുള്ളിൽ A കൊടുത്താൽ മതി. മനസ്സിലായോ? അതെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് അറേ ആക്കി അറേയുടെ എലമെന്റ്സ് ആക്കി തരും. പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ?
ഇപ്പൊ നമുക്ക് സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ക്വസ്റ്റിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട. ബൈ ഡിഫോൾട്ട് സ്പേസ് ആണ്. ഓരോ എലമെന്റിന് സ്പേസ് വെച്ച് കട്ട് ചെയ്ത് ഇവിടെ വെക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ ചെയ്ത പ്രോഗ്രാം കൗണ്ട് എടുക്കാനും ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാട്ടോ. സ്പ്ലിറ്റ് ചെയ്തിട്ട് അറയുടെ ലെങ്ത് എടുത്താൽ മതി. കൗണ്ട് കിട്ടൂലേ? സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന അറയുടെ ലെങ്ത് എടുത്താൽ എന്ത് കിട്ടും? കൗണ്ട് കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഓക്കെ, ഇതുകൂടെ ചെയ്തേ.
അറ്റൻഡൻസ് ഒന്ന് പറയണേ. റിയ, Present, ma'am. ശരണ്യ, അമൃത, അഭയ്, Yes, ma'am. സഞ്ജയ്, അബിത, Present, ma'am. നിതിൻ, നിതിൻ ഉണ്ടല്ലോ. Present, ma'am. Present, ma'am. ഉസാമ, നോറ, വിനായക്, മോസിന, Present, ma'am. നിതിൻ കുമാർ, Yes, ma'am. ലക്ഷ്മി, Present, ma'am. സച്ചിൻ, Present, ma'am. സൈനുദ്ദീൻ, അനന്തു, Present, ma'am. ശ്രുതി, Present, ma'am. ഡാനി, Present, ma'am. ജിതിൻ, Present, miss. സൂര്യ, സക്കറിയ, Present, ma'am. ആശിഷ്, അശ്വതി, Present, ma'am. മിസ്ഫർ, മിത, Present, ma'am. വൈഷ്ണവ്, Present. ഷഹാന, ജുമാന, Present. okay. അമ്മയരാജ് ഉണ്ടോ? Present, ma'am. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ജസ്റ്റ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കി, സ്ട്രിങ്ങിന്റെ 3-4 പ്രോഗ്രാം നോക്കി. അതിനകത്ത് ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? സ്ട്രിങ്ങിന്റെ പ്രോഗ്രാം, റിവേഴ്സ് ഓഫ് എ സ്ട്രിങ്, ദെൻ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്തു, ഒരു സ്ട്രിങ്ങിന്റെ വേർഡ്സിന്റെ കൗണ്ടും വേർഡ്സിന്റെ റിവേഴ്സും. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നാളെ വരുമ്പോ നമ്മൾ ഫംഗ്ഷൻ എന്താണ്, ഊപ്സിന്റെ കോൺസെപ്റ്റ്സ്, ഫംഗ്ഷൻസ്, ഫംഗ്ഷന്റെ സിന്റാക്സ്, എന്താണ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ്, അത്രയും പറഞ്ഞതാണോ? പറഞ്ഞതല്ലേ? അത്ര എടുത്തതല്ലേ? അത് പഠിച്ചിട്ടേ വരാവുള്ളൂ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതറിയാമെങ്കിൽ നാളെ മുതൽ ഫങ്ഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യണേ, അപ്പൊ പഠിക്കാൻ പറ്റുള്ളൂ. അതായത് ക്ലാസ്, ഒബ്ജക്റ്റ്, ദെൻ ഊപ്സ് കോൺസെപ്റ്റ്സ്, ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ സിന്റാക്സ്, അത്രയും കാര്യങ്ങൾ നോക്കിയിട്ടേ വരാവുള്ളൂ കേട്ടോ. ഈ ഓൺലൈൻകാരൊന്ന് സ്കാൻ ചെയ്യോ? കംപ്ലീറ്റ് ആയ ഓൺലൈൻകാരുടെ? Yes. Yes, ma'am. ദെൻ ഓഫ്ലൈൻകാർ ചെയ്തോട്ടോ.
ഓക്കെ ആണോ? കഴിഞ്ഞോ? ഓക്കെ, ബാക്കി നാളെ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.